ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നടക്കുന്നത് ബ്രിക് സിറ്റിയിലൂടെയാണ്. ഒരു സുന്ദരമായൊരു ഗാർഡൻ്റെ നടുവിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീറ്റ് ഗാർഡൻ ആണെന്ന് വേണേൽ പറയാം. ഈ നിറയെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു സ്ട്രീറ്റിൻ്റെ നടുവിലുള്ള ഫുട്പാത്തിൽ കൂടിയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ആകാശം ഇപ്പോൾ അല്പം ക്ലൗഡിയാണ്, എങ്കിലും മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇപ്പം ഞാനുള്ളത് ഓസ്ട്രേലിയയിലെ മെൽബണിലുള്ള ബ്രിക് സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിലാണ്. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ലോകത്തിലെ കോണ്ടിനെന്റുകളിൽ ഒന്നാണ്. ഓസ്ട്രേലിയ ഭൂഖണ്ഡം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് സൗത്ത് പോളിന്, അതായത് ദക്ഷിണ ധ്രുവത്തിന് വളരെ അടുത്താണ്. ഇവിടെ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് പ്ലെയിനുകളുണ്ട് എന്നുള്ളതൊരു വസ്തുത പലർക്കും അറിഞ്ഞുകൂടായിരിക്കും. അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട എയർപോർട്ടിൽ നിന്ന് പ്ലെയിനിൽ നമുക്ക് അന്റാർട്ടിക്ക വരെ പോകാനും അതുപോലെ തന്നെ തിരിച്ചു വരാനും സാധിക്കും. എന്നാൽ അന്റാർട്ടിക്കയിൽ എയർപോർട്ട് ഇല്ലാത്തതിനാൽ നമുക്ക് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പോയ അതേ പ്ലെയിനിൽ തന്നെ നമുക്ക് തിരിച്ച് മടങ്ങി ഇവിടെ എത്താൻ സാധിക്കും. അതായത് അന്റാർട്ടിക്കയിലേക്ക് പ്ലെയിൻ ടൂറുകളുണ്ട്. അവിടെ നമുക്ക് പ്ലെയിനിൽ പോയിട്ട് കറങ്ങി ആ പ്രദേശം കണ്ടിട്ട് തിരിച്ച് നമ്മളെ മെൽബണിലോ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് എയർപോർട്ടുകളിലോ തിരിച്ചെത്തിക്കും. അതുകൊണ്ടാണ് ആകാശം സൗത്ത് പോളിലായതിനാണ് ആകാശം വളരെ താഴ്ന്നിരിക്കുന്ന പോലെ നമ്മുടെ വളരെ അടുത്താണെന്ന് തോന്നുന്നു. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നല്ല പച്ചപ്പുള്ളൊരു പുൽത്തകിടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ബ്രിക് സിറ്റിയുടെ ഉൾപ്രദേശങ്ങളിലൂടെ നടന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയും കാണാനുള്ളത്. ഏത് സ്ഥലവും ഒരുപോലെ ഇരിക്കുന്നു. എവിടെ നോക്കിയാലും ഒരേ ഡിസൈനുള്ള വീടുകൾ, പ്രദേശങ്ങൾ, ഫുട്പാത്തുകൾ, റോഡുകൾ, ഇവയെല്ലാം നമുക്ക് തിരിച്ചറിയാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊരു കൊറോള വണ്ടിയാണ്, ടൊയോട്ടയുടെ കൊറോള വണ്ടിയാണ് ഈ കാണുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്കവാറും വാഹനങ്ങൾ ഇവിടെയും കാണാം. ടൊയോട്ടയുടെയും സുസുക്കിയുടെയും ഹ്യുണ്ടായിയുടെയും BMW-യുടെയും അതുപോലെ ടെസ്ലയുടെയും ധാരാളം കാറുകളിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ചെറിയ ഒരു ചാറ്റൽ മഴ ഉണ്ട്. സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ചെറിയ ചാറ്റൽ മഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നടപ്പിനെ അത് ബാധിച്ചിട്ടില്ല.
കാണുന്ന ഒരു പ്രൈമറി സ്കൂളാണ്. കുട്ടികളൊക്കെ അവിടെ ബോൾ കളിക്കുന്നത് കാണാം. പടിഞ്ഞാറൻ ചക്രവാളങ്ങളിൽ മഴക്കാർ കയറിയിട്ടുണ്ട്. മഴ പെയ്യുമെന്ന് അറിയത്തില്ല, പെയ്യാൻ സാധ്യതയില്ല. സ്കൂൾ കോമ്പൗണ്ടാണ്. അവിടെ മറ്റുള്ളവർക്ക് പ്രവേശനമില്ലെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഞാൻ തിരിച്ചവിടെ നടന്ന് ഇവിടുത്തെ ഒരു മെയിൻ റോഡിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാണ് ഗ്രേലിംഗ് എന്ന പ്രൈമറി സ്കൂൾ. ഇപ്പോൾ നമ്മൾ കണ്ട ആ പ്രൈമറി സ്കൂളാണ്. അതിൻ്റെ ഫ്രണ്ട് വശമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ദൃശ്യമാകുന്നത്. ഇപ്പോൾ സൂര്യൻ നന്നായിട്ട് പ്രകാശിച്ചു തുടങ്ങി. മഴക്കാറുകൾ കാണാം. മഴക്കാറുകളുണ്ട്, ക്ലൗഡിയാണ്. ഇപ്പോൾ ആ ചാറ്റൽ മഴ നിന്നിരിക്കുകയാണ്. നേരത്തെ അല്പസ്വല്പം ചാറ്റൽ മഴയുണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറി തെളിഞ്ഞ ആകാശമാണ്. ഇതെല്ലാം നട്ടുപിടിപ്പിച്ചേക്കുന്ന വൃക്ഷങ്ങളാണ്. ഇപ്പം വിൻ്റർ സീസൺ ആയാൽ അവയുടെ ഇലകളെല്ലാം പൊഴിഞ്ഞിരിക്കുകയാണ്. ഇനി സമ്മറിലേക്ക് പോവുകയാണ്. ഈ ഓഗസ്റ്റ് മാസം പകുതി കഴിയുമ്പോഴത്തേക്കും ഇവിടെ വിൻ്റർ സീസൺ ഏതാണ്ട് അവസാനിക്കുകയാണ്. തണുപ്പ്, കൊടും തണുപ്പ് ഇപ്പം മാറി. ഇനി സമ്മറിൻ്റെ ആരംഭമാണ്. ഒരു അപ്പൂപ്പനും കൊച്ചുമനും കൂടെ ആ ഗാർഡനിലേക്ക് സൈക്കിളിൽ പോകുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടത്. ഇതല്പം പഴയൊരു ടൗണാണെന്ന് തോന്നുന്നു. ബിൽഡിങ്ങുകളൊക്കെ അല്പം പഴയതാണ്. ഇപ്പോൾ നേരത്തെ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു പ്ലേസാണ്. ഇവിടെയും ധാരാളം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വൃക്ഷങ്ങളെല്ലാം ഇല പൊഴിഞ്ഞ് നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ വിൻ്റർ സീസണായിരുന്നു. വിൻ്റർ സീസണിൽ ഇവിടെ ഇലകളെല്ലാം പൊഴിയും. അതിനുശേഷം പുതിയ നാമ്പുകൾ ഉണ്ടാകും, പുതിയ ഇലകളുണ്ടാകും, പൂക്കളുണ്ടാകും. അങ്ങനെ അവയുടെ ഭംഗി വീണ്ടും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.